ഹായ് ഫ്രണ്ട്സ്, ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് പാക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നേരത്തെ എത്രത്തോളം നേരത്തെ ഹോസ്പിറ്റൽ ബാഗ് നമ്മൾ പാക്ക് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. സാധാരണ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന റെഗുലർ ചെക്കപ്പിന് വന്നതാണ്. വീക്കിലിയാണ് എനിക്ക് റെഗുലർ ചെക്കപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഒരു ദിവസം മുമ്പ് ഞാൻ ഡോക്ടറിനെ കാണാൻ വന്നതായിരുന്നു, റെഗുലർ ചെക്കപ്പിന് വന്നതായിരുന്നു. അപ്പോൾ അപ്പോൾ ചെറിയൊരു സ്കാൻ ഉണ്ടായിരുന്നു. ആ സ്കാനിൽ നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നം വന്നതിൻ്റെ പേരിൽ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾറെഡി എനിക്ക് നേരത്തെ ഫ്ലൂയിഡ് കുറവായിരുന്നു. അപ്പോൾ ആ ഫ്ലൂയിഡ് കുറവായതിൻ്റെ പേരിൽ കുറച്ചുകൂടി കെയർ ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോഴത്തെ സ്കാൻ എടുത്തപ്പോഴത്തേക്കും അതിലും കുറവ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ഉടൻ തന്നെ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇനിയും 2 ആഴ്ച വരെ ഉള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. 2 ആഴ്ച നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ അതോ പെട്ടെന്നായിരിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏകദേശം 1 ആഴ്ച ആയതേ ഉള്ളൂ കേട്ടോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ട്. അത് എത്ര യൂസ്ഫുള്ളായി എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയൊരു അല്പസമയം കൂടി ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാനത് പാക്ക് ചെയ്യാതെ വന്നിരുന്നുവെങ്കിൽ ഇതൊക്കെ ആകെ എല്ലാം ഒന്ന് മെസ്സിയായി പോയേനെ, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. കാരണം ഞാൻ ഇതെല്ലാം ഞാൻ തന്നെയാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. മറ്റേതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തെല്ലാം പറഞ്ഞു കൊടുക്കാനൊക്കെ അല്ലേ പറ്റത്തുള്ളൂ, അവരല്ലേ പാക്ക് ചെയ്തുകൊണ്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് അതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ബാഗെല്ലാം എടുത്തിട്ടാണ് രാജസി വന്നിട്ടുള്ളത്. ഞാനിവിടെ അഡ്മിറ്റായി, പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ സാധനങ്ങൾ, അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നതൊക്കെ കുറച്ചൊക്കെ ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം മുമ്പാണ് ഞാനിപ്പോൾ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുറച്ചൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതൊക്കെ ഈ ഒരു പെട്ടിയിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം കേട്ടോ. ഞാനത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ് ആകും. അപ്പോൾ ഞാനത് ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ എനിക്ക് വേണ്ടതും അതുപോലെ തന്നെ ബേബിക്ക് വേണ്ടതും ഒക്കെ ഞാനൊരു ലിസ്റ്റ് നേരത്തെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ട് അതിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചതിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് യൂസ് ആകും എന്നാണ് എൻ്റെ വിശ്വാസം. മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സാണ്. അതായത് നമുക്ക് ഇതിന് മുമ്പ് എന്തെങ്കിലും സർജറികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ വേണം. അതുപോലെ തന്നെ നമുക്ക് അലർജീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവണം. അതിൻ്റെ റിപ്പോർട്ടുകൾ എടുത്ത് വെക്കണം. വേറെ എന്തെങ്കിലും നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എല്ലാറ്റിൻ്റെയും ഇതുവരെയുള്ള സ്കാൻ റിപ്പോർട്ട്, ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാറ്റിൻ്റെയും സ്കാനിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഫയൽ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കണം. കാരണം മിക്കതും നമുക്ക് തന്നെ മാത്രം അറിയാവുന്നതായിരിക്കും. ഇതൊക്കെ എവിടെയാണുള്ളത്, ഇതൊക്കെ ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയാമായിരിക്കും മിക്കവാറും പേർക്ക്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ഒരു ഫയലിലാക്കി കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം ഓരോ ഫയലിലും അത് സെറ്റായിട്ടാണ് വെച്ചിട്ടിരിക്കുന്നത്. ഇതുപോലെ ഈ ഓരോ ഫയലിനകത്തും, ഓരോ സ്കാനിൻ്റെ ഫയലിനകത്തും ഇതുവരെ എടുത്തിട്ടുള്ള ആ ഒരു സ്കാനിനെ കുറിച്ചിട്ടുള്ളത് മാത്രമേ എല്ലാം കൂടി ഒരു കവറിലാക്കി ആക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ ഫയലിനോടൊപ്പം എടുക്കേണ്ട മറ്റു കാര്യങ്ങളാണ്. നമുക്ക് ഇൻഷുറൻസ് കാർഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കാർഡ് എടുക്കാം. അതുപോലെ നമ്മുടെ ID പ്രൂഫ് എടുക്കണം. പിന്നെ നമുക്ക് ATM കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള കാർഡുകളൊക്കെ ഉള്ള ആ കാർഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. ഇതാണ് ഈ ഫയലിൽ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഇതിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറെയും ഒരു ബാഗ് കൂടി ഉണ്ടായിരുന്നു. ആ ബാഗ് ഓൾറെഡി ഞാൻ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ 2 ദിവസമായില്ല, ഇന്നിവിടെ കൂടി 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടെ ഞാൻ അതെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് അത്യാവശ്യമുള്ള ഞാൻ പറയാം. അതല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി എടുത്ത കുറച്ച് നൈറ്റീസ് കാണിക്കാം കേട്ടോ. നൈറ്റീസ് ഇത്
ഉള്ളിൽ നിന്ന് എടുക്കണം. ഓക്കെ, മെറ്റേണിറ്റി നൈറ്റീസാണ് കേട്ടോ ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. മെറ്റേണിറ്റി നൈറ്റീസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ നൈറ്റി എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ നേരത്തെ എനിക്ക് ഫ്ലൂയിഡ് കുറവാണെന്ന് അറിയാമെന്നുള്ളതിൻ്റെ പേരിലും ഞാൻ സി സെക്ഷനും കൂടി ഒന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇരിക്കുന്നത്. അതറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ സി സെക്ഷനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന നൈറ്റീസ് ഉണ്ടല്ലോ, ബട്ടൺസൊക്കെ വെച്ചിട്ട്, അങ്ങനെയുള്ള നൈറ്റീസ് യൂസ്ഫുൾ ആവും കേട്ടോ. അങ്ങനെ ഞാൻ 2 നൈറ്റീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതല്ല, സാധാരണ മെറ്റേണിറ്റി നൈറ്റീസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സിബ് വരുന്നതാണ്. ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ സിബ് വരും. ഇത് മിക്കതും ഞാൻ ഓൺലൈൻ വഴി എടുത്തതാണ് കേട്ടോ ഈ ഡ്രസ്സെല്ലാം. അതിലെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അതായത് ഇത് നമ്മുടെ കഫ്താൻ ടൈപ്പ് പോലെയാണ്. ഇതിലും സിബ് വരുന്നത് കഫ്താൻ ടൈപ്പ് പോലെയാണ് കേട്ടോ ഈ ഒരു നൈറ്റി വരുന്നത്. കുറച്ച് ലൂസായിട്ട് കിടക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഇതിൽ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സിബ് വരും കേട്ടോ. ഇതെല്ലാം ഞാൻ ഇനി മടക്കി വെക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഗൈസിനെ മടക്കി വെക്കണം. ഇതൊന്ന് പിടിച്ച ഗൈസ്. അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല, അത്യാവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതായത് 2 ടവൽ കേട്ടോ. ഇതിപ്പോൾ യൂസ് ചെയ്യാത്ത ടവലാണ്. വേറെ 2 ടവൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടവൽ നമുക്ക് മസ്റ്റാണ്. പിന്നെ വേണ്ടത് കുറച്ച് മെറ്റേണിറ്റി ബ്രാസാണ്. അതുപോലെ തന്നെ ഇന്നർ വെയേഴ്സ്, പിന്നെ സാധാരണ നമ്മുടെ ബ്രാസും എടുക്കാം നമുക്ക്. അപ്പോൾ മെറ്റേണിറ്റി ബ്രാസ് യൂസ് അല്ല എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ 2 മേടിച്ചിട്ടുള്ളൂ. അതെല്ലാവരും നോർമലായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മിക്കവാറും എനിക്ക് യൂസായിട്ട് തോന്നുന്നത് ഈ നോർമലായിട്ടുള്ളതായിരിക്കും. അതായത് കുറച്ച് ബനിയൻ ക്ലോത്ത് പോലെ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതായിരിക്കും നമുക്ക് കംഫർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ബാഗിലേക്ക് അത്യാവശ്യം എടുത്ത അടുത്ത കാര്യമാണ്, അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട സ്കിൻ കെയർ ആയിട്ടുള്ള ക്രീംസ്, സ്കിൻ റുട്ടീനിന് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ്. ഒന്നിച്ചിട്ട് ഒരുപാടൊന്നുമില്ല. നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം അത്യാവശ്യം വേണ്ടി വരും. അതുപോലെ തന്നെ ചീപ്പ് വേണ്ടി വരും. അങ്ങനെ ചീപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആവശ്യം വേണ്ടതോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ബാഗിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞ് കണ്ണാടി ഉണ്ട് ഇതിൽ, കുഞ്ഞ് മിറർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ആവശ്യമുള്ള ഏകദേശ സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അത്യാവശ്യം നമുക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടത് ഒരു ഫ്ലാസ്ക് എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂമിലേക്ക് ഇടാനായിട്ട് ഒരു ചപ്പൽ എടുക്കാം. ചപ്പൽ മസ്റ്റാണ് കേട്ടോ. ബാത്റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ചപ്പൽ മസ്റ്റായിട്ടും വേണം. അപ്പം ഒരു ചപ്പൽ എടുക്കുക. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ എടുക്കണം. ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കുക, ഫോണിൻ്റെ ചാർജർ എടുക്കുക. പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്ക് എടുക്കുക. ഈ റൂമിൽ ഇങ്ങനെ നോക്കിയാൽ മാത്രമേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ടത് ഒരു സിസർ എടുക്കുക കേട്ടോ, ഒരു കത്രിക എടുക്കുക. കാരണം എന്ത് പേപ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാക്കിലൊക്കെ വരുന്നതൊക്കെ നമുക്ക് പൊട്ടിക്കാനും നോക്കാനൊക്കെ അത്യാവശ്യം നമുക്കൊരു കത്രിക ആവശ്യമുണ്ട്. അവിടെ നിന്ന് രാജേഷ് എനിക്ക് ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. അതായത് ഇതുകൊണ്ട് വേണ്ടെന്ന് ഒരു ചെറിയൊരു കത്തി എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനൊക്കെ കത്തി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് പ്ലേറ്റ്, അതായത് പ്ലേറ്റുകൾ വേണം. ഹോസ്പിറ്റലിലേക്ക് എടുക്കാൻ സമയത്ത് പ്ലേറ്റ് വേണം, സ്പൂണ് വേണം. സ്പൂണുകൾ നമ്മൾ എടുക്കണം. ഇതൊക്കെ സ്റ്റീലുള്ളതും അങ്ങനെയുള്ളതൊക്കെ എടുക്കും കേട്ടോ നല്ലത്. ഗ്ലാസ്സിലുള്ളതൊക്കെ എടുത്ത് പൊട്ടി അത് പ്രശ്നമാകണ്ട. അതിനേക്കാളും നമുക്ക് സ്റ്റീലിലുള്ളത് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. അതുപോലെ തന്നെ ഫ്ലാസ്ക് മസ്റ്റായിട്ട് നമുക്ക് വേണം. ഞാൻ അതൊക്കെ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞ കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പർ എടുക്കാൻ പറ്റുമെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക. ഹോസ്പിറ്റലിൽ നമുക്ക് അത്യാവശ്യം ടിഷ്യൂ പേപ്പറുകൾ വേണ്ടി വരും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരാണെങ്കിൽ ആ ടാബ്ലറ്റ്സൊക്കെ മറക്കാതെ ടാബ്ലറ്റ്സ് എടുക്കുക. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ്സും മറക്കാതെ തന്നെ എടുത്തിട്ട് വരണം. വേറെ പിന്നെ അത്യാവശ്യം വേണ്ടത് ബെഡ്ഷീറ്റാണ്. ഒരു 2 ബെഡ്ഷീറ്റെങ്കിലും നമ്മൾ കയ്യിൽ കരുതണം കേട്ടോ. അതായത് നമ്മളെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന് ഒരു ബെഡ്ഷീറ്റ് അത്യാവശ്യം വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ബെഡ്ഷീറ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ പില്ലോസ് എടുക്കണം. ഞാനിപ്പോൾ 2 പില്ലോ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന പില്ലോ നമുക്ക് കംഫർട്ടായിരിക്കില്ല ചിലർക്കെങ്കിലും. എനിക്ക് കംഫർട്ടല്ലാത്ത ഒരാളാണ്. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് പില്ലോ എത്തിക്കാറുണ്ട്. അതുപോലെ ഞാൻ പില്ലോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. 2 പില്ലോ കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ അത്യാവശ്യം വേണ്ടത് സോപ്പ് എടുക്കുക, അതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷാമ്പു എടുക്കുക, പിന്നെ 2-3 ബ്രഷുകൾ എടുക്കുക. അതായത് നമ്മുടെ ബ്രഷും നമുക്ക് വേണ്ട ബ്രഷും നമ്മുടെ ബൈസ്റ്റാൻഡറിന് വേണ്ട ബ്രഷും, അങ്ങനെ ഒരു 3-4 ബ്രഷ് എക്സ്ട്രാ മേടിച്ച് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ബ്രഷും പേസ്റ്റും ഒക്കെ കയ്യിൽ കരുതിയിരിക്കണം. ഫേസ് വാഷ് വേണമെങ്കിൽ ഫേസ് വാഷ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതാം. പിന്നെ ഞാൻ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഇത് ഞാൻ ഒരു ജോഡി ചെരുപ്പ് എക്സ്ട്രാ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതായത് ലേബർ റൂമിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇടാം എന്നും പറഞ്ഞിട്ട് ഒരു ജോഡി ചെരുപ്പ് ഞാൻ എക്സ്ട്രാ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ഐറ്റംസാണ്. ഇവിടെ കുറച്ച് ക്ലോത്ത് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു പെട്ടിയുടെ 2 സൈഡിലായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ കഴുകി, അതായത് നമ്മുടെ ബേബി ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് എല്ലാം കഴുകിയിട്ടുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന റെഗുലർ ആയിട്ടുള്ള ഒരു വാഷിംഗ് ഡിറ്റർജൻ്റ് ഒന്നും യൂസ് ചെയ്യരുത്. ബേബിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ അതിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കുള്ളതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിലൊക്കെ കെമിക്കൽ കൂടുതലാണ്. ബേബിക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഡിറ്റർജൻറ്റ് നമുക്ക് കിട്ടും. അത് തന്നെ യൂസ് ചെയ്യാം. മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് കിട്ടും. അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ആദ്യം ബേബിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചത് കുറച്ച് ജബിലാസാണ്. അതായത് ഫസ്റ്റ് ബേബി വരുമ്പോഴത്തേക്കും ഉള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളുണ്ടല്ലോ, എപ്പോഴും അത് ഫ്രഷ് ആയിട്ടുള്ള കോട്ടൺ ഉടുപ്പിൽ വേണം കേട്ടോ. കോട്ടൺ വേണം നമ്മളത് എടുക്കാനായിട്ട്. ആദ്യം നമ്മൾ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെയാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കെട്ടുടുപ്പുകളാണ്. അപ്പോൾ മസിലിൻ്റേതോ കോട്ടൻ്റേതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാഷ് ചെയ്ത ഡ്രസ്സുകളാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ കുറച്ച് വൈറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കളേഴ്സ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ബനിയൻ ക്ലോത്തിൻ്റെതും കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 8-10ഓളം ഡ്രസ്സ് ഇങ്ങനെയുള്ള കെട്ടുടുപ്പിൽ എടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും നമുക്ക് ബട്ടൺസ് ഉള്ളതൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കെട്ടുള്ളത് മാത്രമേ ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കെട്ടുടുപ്പുകൾ എടുത്തിട്ടുണ്ട് കുറച്ച്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അയൺ ചെയ്ത് ഇതുപോലുള്ള സിപ്പ് ലോക്കറിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന്, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേഗം തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാനങ്ങനെ അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേബിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതുപോലെ ഡയപ്പേഴ്സാണ്. ഇത് വന്നിട്ട് മസ്ലിൻ്റെ ഡയപ്പേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അതല്ല, നമ്മുടെ കോട്ടൺ ഡയപ്പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. മസ്ലിൻ ഡയപ്പർ ഇതാണ് മസ്ലിൻ ഡയപ്പർ എടുത്തിട്ടുള്ളത്. 12 ലേയേഴ്സ് വരുന്ന മസ്ലിൻ ഡയപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് ഇത് യൂസ് ആകുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇത് കുറച്ച് ഞാനിപ്പോൾ ഈ ഒരു പാക്കിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതുപോലെ നല്ല കട്ടിയായിട്ടുള്ള ഡയപ്പറാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. യൂറിനൊക്കെ കുറച്ച് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയപ്പറാണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തുള്ള കുറച്ച് ബോഡി സൂട്ടാണ്. അതായത് 1C എന്ന് പറയില്ലേ, 1C എന്ന് പറയും, ബോഡി സൂട്ട് എന്ന് പറയും, റോംബേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഫുള്ള് ലെങ്ത് ഉള്ളത്, അതായത് നമ്മുടെ കാല് വരെ ഉള്ളതും കൈയും കാലും ഒക്കെ ഒന്ന് കവർ ചെയ്തിരിക്കുന്നതും, അതല്ലാതെ 1C എന്ന് പറയും, നമ്മുടെ പകുതി വരെ മാത്രം കവർ ചെയ്തിരിക്കുന്നതുണ്ട് കേട്ടോ. അങ്ങനെ 2 ടൈപ്പും ഞാനിപ്പോൾ ഈ ഒരു കവറിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് അയൺ ചെയ്ത് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഇത് ഞാൻ എല്ലാം പൊളിച്ച് കാണിച്ചു തരുമായിരുന്നു. ഹോസ്പിറ്റലായതുകൊണ്ടാണ് കേട്ടോ എല്ലാം എടുത്ത് കാണിക്കാത്തത്. ഇതാണ് ഈ ഒരു ടൈപ്പിലുള്ള ഒരു 3-4 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോംബേഴ്സ് ടൈപ്പ് ഇതിലൊരു 2-3 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലോത്തൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് നോക്കി പ്രത്യേകം എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഫേസ് ടവലാണ് കേട്ടോ. കുറച്ച് കുഞ്ഞു കുട്ടി ഫേസ് ടവലാണ്. ഇത് നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കുഞ്ഞിനെ പെട്ടെന്ന് തുടച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതല്ലാതെ ഈ എല്ലാറ്റിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ബർപ്പ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടി ക്ലോത്താണ്. അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. മസ്ലിൻ ക്ലോത്താണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. മസ്ലിൻ ക്ലോത്തും അതുപോലെ തന്നെ ബനിയൻ ടൈപ്പ് വരുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് നോക്കി മാക്സിമം എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ടവലാണ് ഞാനിപ്പോൾ റിസീവിങ് ടവലായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് ഉള്ളത് നമുക്കിങ്ങനെ സ്വാഡിൽ ക്ലോത്താണ്. ഇതിങ്ങനെ നമുക്കിങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ വെക്കാം. ഈ ഒരു രീതിക്ക്
ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ വെക്കാം. ക്യാപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ കുട്ടി ക്യാപ്പൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മടക്കി അങ്ങനെ വെക്കാം. ഇത് ഞാൻ രാജൂസ് ഏൽപ്പിക്കാം. രാജൂസ് വെക്കാം, കറക്റ്റായിട്ട് മടക്കി വെക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതുപോലെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ ബ്ലാങ്കറ്റ് കേട്ടോ. കാരണം കുഞ്ഞ് നല്ല ഇങ്ങനെ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ചൂടൊക്കെ നമുക്കതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതിൻ്റെ പേരിൽ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റാണ് കേട്ടോ. ഇതുപോലെ 1-2 ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാ ബ്ലാങ്കറ്റും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അത്യാവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി ബാക്കി എന്ത് വേണമെന്നുണ്ടെങ്കിലും കുറച്ച് എക്സ്ട്രാ കുറച്ച് സാധനം കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് വരണ്ടല്ലോ, ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. അങ്ങനെ അത്യാവശ്യം ഉള്ളത് മാത്രം എടുത്തിട്ടുണ്ട് കയ്യിൽ വേണ്ടത്. അങ്ങനെ ഈ ഒരു ബ്ലാങ്കറ്റ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു സ്വാഡിൽ ക്ലോത്ത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പടമൊക്കെ വരുന്ന ഒരു കുഞ്ഞ് സ്വാഡിൽ ക്ലോത്ത്. ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതൊരു മീഡിയം ടൈപ്പാണ് കേട്ടോ. ഇതൊരു വലിയ സൈസൊന്നും അല്ല, ഇതൊരു മീഡിയം ടൈപ്പ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ടർക്കികൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ടവൽസ്, എക്സ്ട്രാ കുറച്ച് ടവൽസൊക്കെ ഞാൻ മേടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ടവൽസാണ്, മസ്ലിൻ്റെ ടവൽസാണ് കേട്ടോ. അത്യാവശ്യം വലുതാണ്. അപ്പോൾ നമുക്കിത് കുഞ്ഞിനെ കവർ ചെയ്യാനും ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്ട്രാ ടവൽസൊക്കെ എടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഒരു സ്വാഡിൽ റാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ആ ഒരു ടർക്കിയുടെ ആ ഒരു മോഡലല്ലാതെ കുറച്ചുകൂടി വേറൊരു ടൈപ്പാണ്. അത് ഇതുപോലെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നമുക്കിങ്ങനെ റാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇതുപോലെ എല്ലാം ലൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഡാർക്ക് കളർ വേണ്ടെന്ന് വെച്ചിട്ട് ഇതുപോലെ വൈറ്റ് ആയിട്ടുള്ള കളർ. ഇത് നമുക്കിങ്ങനെ കുഞ്ഞിനെ ഇതിനുള്ളിലൊക്കെ നല്ലതുപോലെ ചൂട് കിട്ടും കുഞ്ഞിന്. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നാപ്പീസാണ്. ന്യൂ ബോൺ ബേബിയുടെ നാപ്പീസ് എടുത്തിട്ടുണ്ട്. ഇത് മസ്ലിൻ ക്ലോത്തിലും അതുപോലെ തന്നെ കോട്ടണിലും വരുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് വേറെ ബനിയൻ ക്ലോത്തൊന്നും എടുത്തിട്ടില്ല. കംപ്ലീറ്റ് മസ്ലിൻ്റെയും കോട്ടണിൻ്റെതാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ സിപ്പ് കവറിലാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ തോന്നും. പക്ഷേ കുറച്ചധികം ഉണ്ട് ഇതിനുള്ളിൽ. ഇത് നമുക്ക് അധികം വേണമല്ലോ, അതായത് അപ്പോഴപ്പോഴായിട്ട് നമുക്കിത് മാറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഡ്രൈ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ഷീറ്റ് ഞാനിപ്പോൾ ഒരു 3-4 മേടിച്ചിട്ടുണ്ട്. ഒരു 2എണ്ണമെങ്കിലും കുറഞ്ഞത് നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഡ്രൈ ഷീറ്റ്. പിന്നെ എടുക്കേണ്ടത് ഇതുപോലുള്ള അതായത് നമുക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഈ വെള്ള മുണ്ടൊക്കെ അലക്കിയിട്ട് അതൊക്കെ കട്ട് ചെയ്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇപ്പം നമുക്ക് ഇതുപോലുള്ള ക്ലോത്തുകൾ നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ വേണ്ടി കിട്ടും, കുഞ്ഞു കുഞ്ഞു ക്ലോത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡയപ്പറിലൊക്കെ വെക്കാനും ഡയപ്പറായിട്ട് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിനുള്ള കുഞ്ഞ് ക്ലോത്തുകൾ, ഒറ്റ ലെയറല്ല ഡബിൾ ലെയറിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബർപ്പിംഗ് ക്ലോത്ത്, അതായത് നമുക്ക് കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ ബർപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോത്ത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, നമ്മുടെ ഷോൾഡറിൽ ഇടുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ബർപ്പിംഗ് ക്ലോത്താണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാനൊരു ആഗ്രഹത്തിൽ മേടിച്ചതാണ്, ഈ മിറ്റൻസും ക്യാപ്പും ഒക്കെ. ഇത് അതായത് നമ്മളിങ്ങനെ കുഞ്ഞിനെ നമ്മൾ സ്വാഡിൽ റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആ ക്യാപ്പൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇരുന്നാലും ഞാനൊരു 2 എടുത്തിട്ടുണ്ട്. മിറ്റൻസും ക്യാപ്പുമായിട്ട് ഒരു 2 ജോഡി മേടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ കേട്ടോ, നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് 2-3 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാനും പാകത്തിനുള്ള കുഞ്ഞു ഉടുപ്പുകളാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ കുറച്ച്. പിന്നെ കുഞ്ഞിനെ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഓപ്പൺ ചെയ്യാതെ, ഇനി അടുത്ത സൈഡാണ്. സൈഡ് കംപ്ലീറ്റ് ആയി. തിരിച്ചു വെച്ചോ. ഇനി അടുത്ത വശത്ത് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ള ക്യാരി ബാഗാണ് കേട്ടോ.
ക്യാരി ബാഗ് അത്യാവശ്യം ഒന്ന് എടുക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അറിഞ്ഞത് നമ്മളിവിടുത്തെ ഹോസ്പിറ്റലാണെങ്കിൽ അവർ ഓൾറെഡി അങ്ങനൊരു ക്യാരി ബാഗ് തരും. പക്ഷേ ഇരുന്നാലും നമുക്ക് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാരി ബാഗ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യമാണ്, മസ്റ്റാണ്. പിന്നെ വാട്ടർ വൈപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ വൈപ്സ് എടുത്തിട്ടുണ്ട്. കുഞ്ഞിന് മസ്റ്റാണ് നമ്മുടെ ഈ വാട്ടർ വൈപ്സ്. അപ്പോൾ ചിലർക്കെങ്കിലും വാട്ടർ വൈപ്സ് ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും അലർജിക്ക് ആവും, അല്ലാന്നുണ്ടെങ്കിൽ റാഷസ് ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം തണുപ്പിച്ചിട്ട് ആ വെള്ളം വെച്ചിട്ടൊക്കെ ആ വെള്ളം ഒരു കോട്ടണിലെ തുണിയിൽ മാറ്റിയിട്ട് അതൊന്ന് അങ്ങനെ തുടച്ച് കൊടുക്കേണ്ടി വരും. എന്തായാലും ഞാനൊരു വാട്ടർ വൈപ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യമാണല്ലോ, അങ്ങനെ ഒന്നിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി എടുത്തത് നമ്മുടേതാ ഡയപ്പറാണ്. അപ്പോൾ അത് ടേപ്പ്ഡ് ഡയപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ന്യൂ ബോൺ ബേബിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇങ്ങനെ ടേപ്പ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്, അതാണ് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് ഇരിക്കുന്നതെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ടേപ്പ് ഡയപ്പറാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റേ മേടിച്ചിട്ടുള്ളൂ, കാരണം എക്സ്ട്രാ വേണ്ടി വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയി മേടിക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓടി നടക്കേണ്ട കാര്യമില്ല, എല്ലാ ഷോപ്പിലും ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. എൻ്റേതായിട്ട് പിന്നെ ഇതിലുള്ളത് 2 ഇതുപോലെ നമ്മുടെ സാനിറ്ററി പാഡാണ് കേട്ടോ. മെറ്റേണിറ്റി സാനിറ്ററി പാഡ് 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അതാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും തന്നെയാണ് കേട്ടോ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു കുഞ്ഞ് മിറ്റൻസ് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇടാനായിട്ട് ഒരു കുഞ്ഞ് സോക്സ് മേടിച്ചിട്ടുണ്ട്. 2 ജോഡി എടുത്തായിരുന്നു കേട്ടോ. അതിൽ ഒരു ജോഡിയെ ഞാൻ കൊണ്ടുവന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ടെന്ന് തോന്നി, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഒരു ബാഗ് പാക്കിങ് ഇങ്ങനെ കാണിക്കണമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷെ അതെന്ത് മാത്രം അത് യൂസായി എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതായത് ഒരു 5-6 ദിവസം മുമ്പ്, 1 വീക്ക് മുമ്പ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചത് അതിപ്പോൾ എനിക്ക് അതങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് വരാൻ വേണ്ടി പറ്റി. അതായത് ഇനിയൊരു 2 വീക്സ് ഡേറ്റ് ഉള്ളതാണ്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് അഡ്മിറ്റായിപ്പോയി. അതിപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു 34 വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് 34 വീക്സൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോഴൊക്കെ നമുക്ക് നല്ല സമയം കിട്ടുന്നതാണ് ആ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ലാസ്റ്റ് സമയത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട എന്നാണ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. ഏറ്റവും ലാസ്റ്റ് സമയം ആയിരുന്നു പോയെങ്കിൽ എനിക്ക് ഇതൊന്നും ഇങ്ങനെ ഒന്നും എനിക്ക് കാണിക്കാനോ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. കാരണം ഇനി 2 വീക്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്കോ 2 ദിവസം കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ അഡ്മിറ്റ് ആയ സ്ഥിതിക്ക് എന്തായാലും എനിക്കിതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്തായാലും അത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിതെല്ലാം എടുത്തിട്ട് വരാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ എനിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാനെല്ലാം യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടുള്ളത് ഇത്രയും ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ.